സി എം ജയചന്ദ്രൻ, സി എം ജയചന്ദ്രൻ താങ്കൾ കേട്ടിട്ടുണ്ടാകും. ശ്രീ ജോമോനിലേക്ക് തിരികെ വരാം. സി എം ജയചന്ദ്രൻ, താങ്കൾ കേട്ടിട്ടുണ്ടാകും, അന്ന് മുതൽ BJP നേതാക്കൾ പറയുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്താണ് എടുത്തത്? ഈ ആഭ്യന്തരം ഭരിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി അല്ലേ, നിങ്ങൾ എന്ത് നിലപാടെടുത്തു? ഇവിടെ എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാവുന്നതാണ്. കൃത്യമായ നിലപാട് സംസ്ഥാന പോലീസ് എടുത്തു, അന്വേഷണം നടത്തി. 22 പേരുടെ പ്രതിപട്ടിക, 100ഓളം സാക്ഷികൾ, 19 BJP നേതാക്കളെ ചോദ്യം ചെയ്ത് അക്കമിട്ട് നിരത്തി. മാർച്ച് മുതൽ ഏപ്രിൽ മെയ് നടന്ന ഓരോ ദിവസവും എത്ര രൂപ ആര് കൊണ്ടുപോയി, ആരൊക്കെ തട്ടിയെടുത്തു എന്നുള്ള കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സംസ്ഥാന DGP കേന്ദ്രത്തിന് നൽകി. ഒരനക്കവുമില്ല. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ കുഴപ്പമാണെന്ന്. സി ജയചന്ദ്രൻ. ടിജു, കഴിഞ്ഞ വർഷം 2023 10 ഭാഗങ്ങളുള്ള ഒരു പരമ്പര ഞാൻ എഴുതിയിരുന്നു. ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചാണ്. ആ പരമ്പര തുടങ്ങുന്നത് ഈ സുരേന്ദ്രൻ വിഷയത്തിലാണ്, കൊടകര കുഴൽപ്പണം. ആ വിഷയത്തിലാണ് ആ പരമ്പര തുടങ്ങിയത്. അപ്പോ ഈ 25 ലക്ഷം ആയിരുന്നല്ലോ ആദ്യം കളവ് പോയി എന്ന് പറഞ്ഞത്. പിന്നീട് 25 ലക്ഷം എന്നുള്ളത് 3.5 കോടിയായി മാറുന്നു. 3.5 കോടി പിന്നെ 9 കോടിയായി മാറുന്നു. എന്റെ അന്വേഷണത്തിൽ ആ സമയത്ത്, ആ ഘട്ടത്തിൽ എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അത് 44 കോടി രൂപയാണ്. അതിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ 44 കോടി രൂപയിൽ ഇപ്പോ എത്തി നിൽക്കുന്നത് 42 കോടിയിലാണ്. അതുവരെ ഉണ്ട്. അപ്പോ ജോമോൻ ചക്കാലക്കൽ ഇപ്പൊ ചോദിക്കുന്നത്, ഈ സമയത്ത് ഇക്കാലങ്ങളിൽ ആഭ്യന്തരമന്ത്രി സുരേന്ദ്രനല്ല പിണറായി വിജയനല്ലേ എന്നാണ്. ശ്രീ ജോമോൻ ചക്കാലക്കൽ, ഈ കള്ളപ്പണം എന്നുള്ള രീതിയിൽ വരുന്ന 1 രൂപയെങ്കിലും 1 രൂപ അന്വേഷിക്കാനുള്ള അധികാരം സംസ്ഥാന പോലീസിനുണ്ടോ? കേരളത്തിനെന്നല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തെ പോലീസിനുണ്ടോ? ഇല്ലല്ലോ. അത് അന്വേഷിക്കേണ്ടത് PMLA-യിൽ വരുന്ന ഏർപ്പാട് അന്വേഷിക്കേണ്ടത് ആരാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് 2021 നവംബർ 22-ന് കേരള പോലീസ് ചാർജ് കൊടുത്തിരുന്നല്ലോ ഇരിങ്ങാലക്കുട കോടതിയിൽ. അത് താങ്കൾ അറിഞ്ഞിട്ടില്ലേ? അതിന്റെ തുടർ നടപടി എടുക്കേണ്ടത് ആരാണ്? പിന്നെ കേരള പോലീസാണോ? ഇപ്പൊ ഈ സംഭവം ഇന്നിപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? 90 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഇരിങ്ങാലക്കുട കോടതി പറഞ്ഞിരിക്കുകയാണല്ലോ. അത് പറയാൻ കാരണം നിങ്ങളുടെ പഴയ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണല്ലോ, ദിനേശ് സതീഷ് ആണല്ലോ. അതവിടെ നിൽക്കട്ടെ. ആ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 90 ദിവസം ചാർജ് ഷീറ്റ് കൊടുക്കണം. പക്ഷെ ഈ PMLA എന്ന് പറഞ്ഞ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അത് അന്വേഷിക്കേണ്ടത് ED ആണ് എന്നുള്ളത് ED അതിൽ നിന്ന് മാറി നിന്നപ്പോ ഹൈക്കോടതി കേസ് വന്നില്ലേ? ഹൈക്കോടതി കേസ് കൊടുത്തില്ലേ? ആ കേസില് എന്തെങ്കിലും നിലപാട് ED സ്വീകരിച്ചോ? നിങ്ങളുടെ പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന ദേശീയ ഭരണകക്ഷിയായ BJP-യും അതിന്റെ സംസ്ഥാന ഘടകത്തിന്റെ പ്രധാനിയായ പ്രസിഡന്റും ഇക്കാര്യത്തിൽ സാക്ഷിയാണ്, സാക്ഷിപ്പട്ടികയിലുണ്ട്. മറ്റൊരുപാട് BJP നേതാക്കൾ, ആലപ്പുഴ ജില്ലയിലെ BJP ഖജാൻജിയായിരുന്ന കർത്താവ് അടക്കമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. BJP നേതാക്കൾ തന്നെയാണ്, ഏതാണ്ട് 12ഓളം പേർ. അപ്പൊ ഇത്ര ഒരു കേസിൽ അഗ്നിശുദ്ധി തെളിയിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ മറ്റുള്ളവരെ പറ്റി. ആ അഗ്നിശുദ്ധി നിങ്ങൾക്ക് എന്താണ് ബാധകമാകാത്തത്? BJP നേതാക്കൾക്ക് അഗ്നിശുദ്ധി ഉണ്ടാവണ്ടേ? ജനസമക്ഷം, ജനമധ്യത്തിൽ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ആ പാർട്ടിക്കില്ലേ? അതിന്റെ ദേശീയ ഗവൺമെന്റിനില്ലേ? അപ്പോ PMLA പ്രകാരമുള്ള ഒരു കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ത്വരിതഗതിയിൽ അന്വേഷിക്കണം എന്ന് നിർദ്ദേശിച്ച് ആ അന്വേഷണം നടത്താത്തതിന് എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റിനെ ഈ നിമിഷവും ഇരുന്നുകൊണ്ട് താങ്കൾ ഈ ചർച്ചയിൽ പഴിക്കുന്നത്? അത് എസ്കേപ്പിസം എന്നാണ് അതിന് പറയുക സാധാരണഗതിയിൽ. ആ എസ്കേപ്പിസം എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നത്? കോടതിയുടെ ഞങ്ങൾ കോടതി ബഹുമാനമാണ് എന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഞങ്ങൾ കോടതിയെ ബഹുമാനിക്കുന്നില്ല എന്നും പറഞ്ഞു നോക്കൂ. അപ്പൊ അറിയാം കേസ് വരുന്ന വഴി ഏതാന്നുള്ളത്. അങ്ങനെ ഒരാൾക്കും പറയാൻ കഴിയില്ല സർ. കോടതിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. കോടതിയെ ബഹുമാനിച്ചേ പറ്റൂ. അത് ഭരണഘടന പറയുന്ന വ്യവസ്ഥ തന്നെയാണ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രശ്നം ഇതാണ്, ഈ കള്ളപ്പണം എന്ന് പറയുന്നത്, ഈ കള്ളപ്പണം അന്വേഷിക്കേണ്ടത് ED ആണ്. ഈ കള്ളപ്പണം വന്നിട്ടുള്ളത് സുപ്രീം കോടതി ഈ വർഷം 2024 ഫെബ്രുവരി 15-നാണ് സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം. ഇലക്ട്രൽ ബോണ്ട് എന്ന സംഗതി രാജ്യവിരുദ്ധം എന്ന് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധവുമാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് ഉത്തരവിട്ടത്, ഇല്ലേ? രാജ്യവിരുദ്ധം മാത്രമല്ല ഭരണഘടനാ വിരുദ്ധവുമാണ്.
ഏതെങ്കിലും BJP നേതാവ്, താങ്കൾ അടക്കമുള്ളവർ പറഞ്ഞോ പ്രധാനമന്ത്രി താങ്കളും ക്യാബിനറ്റും ഇക്കാര്യത്തിൽ വിചാരണ നേരിടാൻ തയ്യാറാവണം? കാരണം പറഞ്ഞത് സുപ്രീം കോടതിയാണ്, പരമോന്നത കോടതിയാണ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധവും രാജ്യവിരുദ്ധവുമാണ്. എന്നിട്ട് ആരെങ്കിലും നേരിട്ടോ? ഇല്ലല്ലോ. അതിന്റെ ഭാഗമാണ് ആ കള്ളപ്പണം. താങ്കൾക്ക് പറഞ്ഞു പൂർത്തിയാക്കാം ജയചന്ദ്രൻ. അല്ല, അതെ, ഈ ഭരണഘടനാ വിരുദ്ധവും പിന്നെ ദേശദ്രോഹപരവുമായ സംഗതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ ആ ഇലക്ട്രൽ ബോണ്ടിന്റെ കേരളത്തിലെ പതിപ്പായിട്ടാണ് സുനിശ്ചിതമായും പറയാം ഈ കൊടകര കുഴൽപ്പണ കേസ്.